ചൊവ്വാഗ്രഹത്തിൽ മനുഷ്യനെ കണ്ടെത്തി അവിടെ നിന്നുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാൽ പോലും അവൾക്ക് ചൊവ്വാദോഷമുണ്ടോ എന്ന് മലയാളി അന്വേഷിക്കുമെന്ന് ഒരു കോമഡിയുണ്ട്. സത്യത്തിൽ മലയാളി എത്രയൊക്കെ പുരോഗമിച്ചാലും നമ്മുടെ ഉള്ളിലുള്ള അന്ധവിശ്വാസങ്ങൾക്ക് അത്ര വലിയ കുറവൊന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഒരു ചെറിയ അന്ധവിശ്വാസവും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറച്ച് ആളുകളുടെ കല്യാണ പരിസരവും ഒക്കെ പരിചയപ്പെടുത്തുന്ന ഒരു രസകരമായ ഒരു ന്യൂ ജനറേഷൻ കല്യാണരാമനാണ് മധുവിധു. 2026 വരുമ്പോൾ ഈ കല്യാണത്തെ ചുറ്റിപ്പറ്റിയുള്ള അന്ധവിശ്വാസങ്ങൾക്ക് നമുക്കിടയിൽ എത്രമാത്രം സ്വാധീനമുണ്ട് എന്ന തിരിച്ചറിവ് രസകരമായി നമ്മളിലേക്ക് എത്തിക്കാൻ ഈ സിനിമയ്ക്ക് കഴിയുന്നുണ്ട്. ഉദാഹരണത്തിന് കല്യാണരാമൻ നമ്മൾ കാണുമ്പോൾ അതിന്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെ വളരെ രസകരമായി ചിരിക്കാനുള്ള പാട്ടുകളും കോമഡി രംഗങ്ങളുമാണുള്ളത്. എന്നാൽ അതിനുശേഷം ആ സിനിമ വളരെ സീരിയസ് ആയാണ് മുൻപോട്ട് പോകുന്നത്. അവിടെ തെക്കേടത്ത് കുടുംബത്തിൽ സ്ത്രീ വാഴില്ല എന്നൊരു അന്ധവിശ്വാസം പ്രസന്റ് ചെയ്യുന്നു. അത് ആ സിനിമയിലെ കഥാപാത്രങ്ങളെ ആകെ ഉലച്ചു കളയുകയും ഒപ്പം കാണുന്ന പ്രേക്ഷകരെയും ടെൻഷൻ അടിപ്പിക്കുന്നു. പക്ഷേ മധുവിധുവിലേക്ക് വരുമ്പോൾ ആഞ്ഞിലിമൂട് തറവാട്ടിൽ പെണ്ണ് വാഴില്ല എന്ന അന്ധവിശ്വാസത്തെ തുടക്കത്തിൽ തന്നെ അവതരിപ്പിക്കുകയും അതിനെ വളരെ ഹ്യൂമറസ് ആയി കൊണ്ടുപോകാൻ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് പ്രധാന കാര്യം. ഇനി സിനിമയിലേക്ക് വന്നാൽ ഷറഫുദ്ദീൻ അവതരിപ്പിച്ച അമ്മു എന്ന് വിളിക്കുന്ന അമൃതരാജ് എന്ന കഥാപാത്രമാണ് ഇതിലെ നായകൻ. ഒരു തരത്തിൽ പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുന്ന 28ഓളം പെണ്ണുകാണലൊക്കെ കഴിഞ്ഞിട്ടുള്ള എന്നാൽ കരിയറിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ. അയാളുടെ കുടുംബമാണ് ഈ പറഞ്ഞ ആഞ്ഞിലിമൂട് തറവാട്. അദ്ദേഹം മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ കാണുന്നതും പിന്നീട് അവരുടെ വിവാഹത്തെ ചുറ്റിപ്പറ്റി നടക്കുന്ന രസകരമായ സംഭവങ്ങളുമാണ് ഈ സിനിമയുടെ കഥാപരിസരം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ കാലത്തേക്ക് നമ്മൾ വരുമ്പോൾ എങ്ങനെയാണ് ആളുകൾ കല്യാണം എന്ന വ്യവസ്ഥയെ മനസ്സിലാക്കുന്നത് എന്നത് വളരെ നല്ല രീതിയിൽ തന്നെ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. സ്വന്തം മതത്തിന് പുറത്തു നിന്നുള്ള വിവാഹം, പ്രായമായവർ തമ്മിലുള്ള വിവാഹം, വിവാഹമോചിതരായിട്ടുള്ളവരുടെ വിവാഹം, പങ്കാളി മരണപ്പെട്ടു പോയവരുടെ വിവാഹം, അങ്ങനെ ഒരു ലോഡ് വിവാഹങ്ങൾ ഈ സിനിമയിൽ കടന്നു വരുന്നുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ മധുവിധു എന്ന പേരിനേക്കാൾ ആപ്റ്റ് ആയിട്ട് ഈ സിനിമയ്ക്ക് മറ്റൊരു പേരില്ല എന്ന് വേണമെങ്കിൽ പറയാം. കല്യാണമാണ് ഈ സിനിമയിലുടനീളം നിറഞ്ഞു നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഒരു കാലത്ത് വളരെ ടബു ആയി കണ്ടിരുന്ന പലതരം കല്യാണങ്ങളെ ഇന്ന് നമ്മുടെ സൊസൈറ്റി എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് കൃത്യമായി കാണിച്ചു തരാൻ ഈ സിനിമയ്ക്ക് പറ്റുന്നുണ്ട് എന്നത് വലിയൊരു പോസിറ്റീവാണ്. മലയാള സിനിമ അധികമൊന്നും പറഞ്ഞിട്ടില്ലാത്ത ആണുങ്ങൾ മാത്രമുള്ള ഒരു വീടും അവിടെ ഉണ്ടാകുന്ന തമാശകളും അവതരിപ്പിക്കുന്ന സിനിമയിൽ പക്ഷെ ചുമരിലിരിക്കുന്ന കാരണവന്മാരുടെ കോമഡികൾ പോലെ ചില ഹ്യൂമർ എലമെന്റ്സ് വർക്കാകാതെ പോകുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രശ്നമായി തോന്നിയത് ക്ലീഷയായ സന്ദർഭങ്ങളുടെ കുത്തൊഴുക്കാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ് പലപ്പോഴും സിനിമയിൽ ആകെ നടക്കുന്നത്. എന്നാൽ വലിയ ട്വിസ്റ്റുകളോ സസ്പെൻസുകളോ ഒന്നുമില്ലാത്ത ഒരു ഹ്യൂമർ ജോണറിൽ പെടുന്ന ഫീൽ ഗുഡ് സിനിമയ്ക്ക് അത്തരം ക്ലീഷ എലമെന്റ്സ് ഉണ്ട് എന്നുള്ളത് ആ സിനിമയെ വലിയ രീതിയിൽ മോശമാക്കുന്നില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അതോടൊപ്പം സിനിമയിലെ അഭിനേതാക്കളുടെ പ്രകടനം നോക്കിയാൽ എല്ലാവരും വളരെ ഗംഭീരമായി തന്നെ തങ്ങളുടെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് കാണാം. അതിൽ ഏറ്റവും നല്ല രീതിയിൽ ഇമോഷൻസ് കൈകാര്യം ചെയ്യേണ്ടിയിരുന്ന കഥാപാത്രം ജഗദീഷിന്റേതായിരുന്നു. അത് വളരെ ഭംഗിയായി തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ അസീസ് നെടുമങ്ങാട്, സായി കുമാർ, ശ്രീജയ എന്നിവരും വളരെ ഗംഭീരമായി തന്നെ തങ്ങളുടെ വേഷങ്ങൾ അഭിനയിച്ച് ഫലിപ്പിച്ചു. സിനിമയിലെ നായികയായ കല്യാണി പണിക്കരും തന്റെ വേഷം ഭംഗിയായി തന്നെ ചെയ്തു. ശ്രീ സുരേഷ് ബാബു അഥവാ ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ സിനിമയിലെ അമ്മായി അച്ഛൻ കഥാപാത്രം അവതരിപ്പിച്ച അഭിനേതാവിന് ആ സിനിമയ്ക്ക് ശേഷം ലഭിച്ച ഏറ്റവും മികച്ച വേഷങ്ങളിൽ ഒന്നാണ് മധുവിധു സിനിമയിലെ കാരണവർ റോൾ. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ ഏറ്റവും പഴഞ്ചനായ ഒരു കഥാപാത്രം ചെയ്ത അദ്ദേഹം ഈ സിനിമയിൽ ഏറ്റവും പ്രോഗ്രസീവ് ആയ ഒരു റോളാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്നതാണ്. ഇദ്ദേഹത്തെ ആ റോളിലേക്ക് കാസ്റ്റ് ചെയ്തത് വളരെ മികച്ചൊരു തീരുമാനമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ സമയം പോകാനായി ഒറ്റയിരുപ്പിൽ കണ്ടു തീർക്കാവുന്ന വലിയ ബ്രഹ്മാണ്ഡ എലമെന്റ്സ് ഒന്നും ഇല്ലാത്ത വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയ ഒരു ചിത്രമാണിത്. എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഹ്യൂമർ വർക്കാവുന്ന ഒരു ഫീൽ ഗുഡ് സിനിമ എന്ന നിലയിൽ ധൈര്യമായി നമുക്ക് മധുവിധുവിനെ കാണാം. അപ്പൊ എന്താണ് മധുവിധു എന്ന സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.